നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ബെഡ്റൂമിന്റെ അറ്റ്മോസ്ഫിയറിന് നല്ലൊരു പങ്കുണ്ട്. ഒരു കാമിംഗ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബെഡ്റൂമിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം. കുറഞ്ഞ ചെലവിൽ നമ്മുടെ കുട്ടി ബെഡ്റൂമിന് ഒരു ചെറിയ മേക്ക് ഓവർ നടത്തിയാലോ? അപ്പൊ അതിനായിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിലേക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലേക്കും ചെറിയ ചില അഡീഷൻസ് വന്നിട്ടുണ്ട്. വീഡിയോ കണ്ടു നോക്കാം. വീടിനും ബെഡ്റൂമിനും ഒക്കെ വളരെ കുറഞ്ഞ ചെലവിൽ ഒരു മേക്ക് ഓവർ കൊടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ യാദൃശ്ചികമായിട്ട് ഹോം സെന്റർ വിസിറ്റ് ചെയ്തത്. പിന്നെ പ്രത്യേകിച്ച് ഇതൊരു സ്പോൺസേഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ ഹോം സെന്ററിന്റെ. ജസ്റ്റ് ഞാൻ അവിടുത്തെ സാധനങ്ങൾ മേടിച്ചപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ നമുക്ക് കിട്ടിയതാണ് ഈ ഐറ്റംസ്. സെയിം ഐറ്റംസ് തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ, വളരെ കുറഞ്ഞ വിലയിൽ. അതുകൊണ്ടാണ് ഈ ഐറ്റംസ് ഞാനിവിടെ കാണിക്കുന്നത്. ബെഡ്റൂം ബാൽക്കണി ഡോറ് മൊത്തത്തിൽ അടഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഇരുണ്ട ലുക്കാണ് മൊത്തത്തിൽ ഞങ്ങളുടെ ബെഡ്റൂമിനുള്ളത്. ഒരു പ്ലസന്റ് ലുക്ക് കൊടുക്കാനായിട്ട് ആദ്യം തന്നെ ബെഡ്റൂം സ്ലൈഡിംഗ് ഡോർ കർട്ടൻസ് മാറ്റാമെന്നാണ് തീരുമാനിച്ചത്. അതിനായിട്ട് ഒരു തെളിഞ്ഞ ലുക്കിലുള്ള കർട്ടൻസ് പർച്ചേസ് ചെയ്തു. അതിനൊപ്പം തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ട് വൈറ്റ് കളറിലുള്ള കർട്ടൻസും വാങ്ങിയിട്ടുണ്ട്. വൈറ്റ് കളർ ട്രാൻസ്പെറന്റ് കർട്ടൻസ് വാങ്ങിയത് വളരെ കുറഞ്ഞ ചെലവിൽ ഡിമാർട്ടിൽ നിന്നാണ് കേട്ടോ. മുറിക്ക് കുറച്ച് തെളിച്ചം കൊടുക്കാനായിട്ട് വൈറ്റ് ആൻഡ് ബ്ലൂ പാറ്റേണിലുള്ള ഈ കർട്ടൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തത്. പകൽ സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെളിച്ചം ഉള്ളിലേക്ക് കടക്കാനായിട്ട് തന്നെ നടുക്ക് ഈ ട്രാൻസ്പെറന്റ് വൈറ്റ് കർട്ടൻസ് നമ്മൾ ഇടുകയാണ്. ആവശ്യമില്ലാത്ത സമയത്ത് ഈ വൈറ്റ് കർട്ടൻസ് നമുക്ക് മറ്റ് ബ്ലൂ വൈറ്റ് പാറ്റേണിലുള്ള കർട്ടൻസ് കൊണ്ട് മൂടി വെക്കാവുന്നതുമാണല്ലോ. ഡോർ കർട്ടൻസ് റീപ്ലേസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ബെഡ്റൂമിന്റെ ഓവറോൾ ലുക്കിൽ ഒരു വലിയ മാറ്റം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബ്ലൂ വൈറ്റ് പാറ്റേണിലുള്ള സൈഡ് കർട്ടൻസും അതുപോലെ നടുക്കിട്ടുള്ള വൈറ്റ് കളർ ട്രാൻസ്പെറന്റ് കർട്ടൻസും നല്ലൊരു ലുക്കാണ് നമ്മുടെ ബെഡ്റൂമിന് ഇപ്പോൾ കൊടുക്കുന്നത്. ആദ്യമേ ഉണ്ടായിരുന്ന ആ ഇരുണ്ട ലുക്കിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു നമ്മുടെ ബെഡ്റൂമിന്. ഈ അടുത്ത കാലത്ത് നമ്മൾ ഓൺലൈനിൽ നമ്മുടെ ബെഡ്റൂമിലേക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തതാണ് ഈ ഒരു സൈഡ് ടേബിൾ. ഈ സൈഡ് ടേബിൾ വളരെ വിലക്കുറവിനാണ് കേട്ടോ കിട്ടിയത്. ആമസോൺ ബ്രാൻഡിന്റെ ആയതുകൊണ്ട് തന്നെ അവർ ഫ്രീ അസംബ്ലിയും നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. ഈ സൈഡ് ടേബിളിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് വളരെ വിലക്കുറവുമാണിത്. സൈഡ് ടേബിളിലേക്കായിട്ട് നമ്മൾ അടുത്തത് ഹോം സെന്ററിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഈ സിറാമിക് ടേബിൾ ലാമ്പ്. വളരെ ക്യൂട്ടായിട്ടുള്ള നല്ല ബ്ലൂ കളറിലുള്ള ഈ സിറാമിക് ടേബിൾ ലാമ്പ് 600 റുപ്പീസിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം നമുക്ക് ബൾബ് വരുന്നില്ല. അപ്പോൾ ബൾബ് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിടേണ്ടതായിട്ട് വരും. ഈ ഒരു ലാമ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ ലാമ്പിന്റെ ഉപകാരം ഉണ്ടാവുകയും ചെയ്യും. അത് മാത്രമല്ല അതിന്റെ ലുക്ക് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരു ഡെക്കറേറ്റീവ് പീസ് ആയിട്ടും നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ കൂടുതൽ നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് ഫങ്ഷണൽ ആയിട്ടും അതുപോലെ ഡെക്കറേറ്റീവ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാവുന്നതാണ്. ഇനി ചെറിയ തോതിൽ നമ്മുടെ സൈഡ് ടേബിളിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു ഫോട്ടോ വെച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് താഴെ അറിയാം അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ളതാണ് ഈ സൈഡ് ടേബിളിന്. ഈ സ്റ്റോറേജ് സ്പേസ് നമുക്ക് കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് കുറച്ച് ബുക്സ് വെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം. രാത്രി സമയത്ത് നമുക്ക് ബുക്സ് വായിക്കാനായിട്ട് ഇതുപോലെ സൈഡ് ടേബിളിന് ഒപ്പം തന്നെ നമുക്ക് ബുക്സ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ടേബിൾ ലാമ്പിന്റെ സഹായത്തോടു കൂടിയിട്ട് നമുക്ക് രാത്രി ബുക്സ് വായിച്ച് ഉറങ്ങാവുന്നതാണ്. ബുക്സിന്റെ പ്രത്യേകത അതാണ് കേട്ടോ, നമുക്ക് വായിക്കുകയും ചെയ്യാം. അത് മാത്രമല്ല വീടിന്റെ പല ഭാഗങ്ങളിലും ഡെക്കറേറ്റീവ് പീസായിട്ട് നമുക്ക് ബുക്സ് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ നമ്മുടെ സൈഡ് ടേബിളും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ലിവിംഗ് റൂം സോഫയിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള 2 കുഷ്യൻ സെറ്റ് ആണ് കേട്ടോ. ഈ കുഷ്യൻ സെറ്റ് 1000 റുപ്പീസിൻ്റെയാണ്. പക്ഷെ സ്പെഷ്യൽ ഓഫറിലായതുകൊണ്ട് 500-ന് ഞങ്ങൾക്ക് 2 കുഷ്യൻസ് കിട്ടി. കുഷ്യൻസ് അങ്ങനെ വെക്കുന്നതിനേക്കാൾ നല്ലത്. പോരാത്തതിന് അറിയാം വൈറ്റ് കളറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കുഷ്യൻ കവേഴ്സും നല്ല ഭംഗിയുള്ളത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
പൊടിയിൽ നിന്നും അഴുക്കിൽ നിന്നൊക്കെ നമ്മുടെ ലൈറ്റ് കളർ സോഫ ആയതുകൊണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ വാങ്ങിയതാണ് ഈ സോഫ കവർ. സോഫ കവറിന്റെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ. ബെഡ്റൂമിലേക്ക് മാത്രമല്ല വീടിന്റെ ഏത് ഭാഗങ്ങളിലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഈ ഓയിൽ ബർണർ സെറ്റാണ് അടുത്തതായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തത്. ഈ സെറ്റിൽ വരുന്നത് ഓയിൽ ബർണർ, അതിനൊപ്പം തന്നെ ഫ്രാഗ്രൻസ് ഓയിൽ ചെറിയൊരു കുപ്പിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 2 ടീ ലൈറ്റ്സും കിട്ടുന്നുണ്ട്. വീടിന്റെ ഏത് ഭാഗങ്ങളിലും നമുക്കിപ്പോൾ ഗസ്റ്റുകൾ വരുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വീടിന് നല്ല സ്മെല്ല് വേണം, നല്ല ഫ്രാഗ്രൻസ് വേണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമുക്കിത് ലൈറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മളിവിടെ വാങ്ങിയത് ക്രാൻബെറി എന്ന് പറയുന്ന ഫ്ലേവറിലുള്ളതാണ്. പല ഫ്ലേവറിലുള്ളതും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ ടീ ലൈറ്റ്സിന്റെ പല സെറ്റുകളായിട്ട് നമുക്ക് വാങ്ങാനായിട്ടും കിട്ടും. ഹോം സെന്ററിൽ ഇതിന്റെ പല സെറ്റുകളുണ്ട്. മാത്രമല്ല നമുക്ക് ഓൺലൈനിലും ഇതിന്റെ ടീ ലൈറ്റ് സെറ്റ്സ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒരു തവണ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് കേട്ടോ. നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. കർട്ടൻസും ടേബിൾ ലാമ്പും അതുപോലെ തന്നെ നമ്മുടെ സൈഡ് ടേബിളും പിന്നെ ഫ്രാഗ്രൻസ് പരത്തുന്ന ഓയിൽ വേപ്പറൈസറും എല്ലാം കൂടി ചേർന്നിട്ട് നമ്മുടെ ബെഡ്റൂമിന് ഇപ്പോൾ പുതിയൊരു ലുക്കായി. ഇങ്ങനെ ചെറിയൊരു മേക്ക് ഓവർ നടത്തി നമ്മുടെ ബെഡ്റൂമിന് നല്ല ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ കാണുമ്പോൾ അറിയാം കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇതുപോലത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മേക്ക് ഓവർ ഒക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഒരേ സമയത്ത് ഒരുപാട് സാധനങ്ങൾ മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിൻ്റെ സൈസിനും ഷേപ്പിനും അതുപോലെ കളറിനും ഒക്കെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങൾ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. സിമിലർ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഓൺലൈനിലാണെങ്കിലും മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ പൈസ ഒരുപാട് മുടക്കാതെ തന്നെ നമ്മുടെ വീട് എങ്ങനെ കൂടുതൽ വൃത്തിയാക്കാമെന്ന് ഒരു ചെറിയൊരു ഐഡിയ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ഇന്ന് കണ്ട ഐറ്റംസിൽ ഏത് സാധനമാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.